നമ്മളിവിടെ കർക്കിടക മാസത്തിൽ ഇവിടെ ഇങ്ങനെ ഇഷ്ടമാതിരി സ്ലേറ്റ് വെച്ച പണ്ട് സ്കൂളിലെ നമ്മൾ സ്ലേറ്റ് മായ്ക്കാൻ ഉപയോഗിക്കണം. പക്ഷെ കഴിഞ്ഞ കൊല്ലം കർക്കിടക മാസത്തിൽ ഞാനിതെടുത്ത് തോരൻ വെച്ചു. കുട്ടികൾക്കൊക്കെ ഇഷ്ടമായി. അപ്പോൾ ഇത് ഞാൻ കുറച്ചിങ്ങനെ പറിച്ചെടുക്കാം. നമുക്ക് തോരൻ വയ്ക്കാം. അധികം വലുതൊന്നുമല്ല, പുരാന്ന് ഒരുപാടുണ്ടായിരിക്കണം. കുറച്ച് നമുക്ക് പറിക്കാം. കുറച്ച് നമുക്ക് തോരൻ വയ്ക്കാം. കഴുകി എടുത്തിട്ടുണ്ട്. നമുക്കതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അധികം വേവൊന്നുമില്ല, പെട്ടെന്നാണ്. ഇത് കഴിഞ്ഞൊരു ദിവസം ഒരു വീഡിയോയിൽ ഞാൻ കണ്ടു, ഇത് യൂറിക് ആസിഡ് കുറയ്ക്കുന്നുണ്ട്. ഒരു ആയുർവേദ ഡോക്ടർ പറഞ്ഞതാണ്. അതെങ്ങനെ കഴിക്കേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കർക്കിടകത്തിൽ തോരൻ വെച്ചപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി. കാരണം ഇപ്രാവശ്യം നോക്കിയെടുക്കാൻ മഴ കാരണം പറിക്കാൻ പറ്റിയില്ല. വെള്ളാംശം കൂടുതലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് എരിവും ഇതൊന്നും വേണ്ട. ഒരു ചെറിയ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, 2 വെളുത്തുള്ളി ഉണ്ട്, ജീരകമുണ്ട്, തേങ്ങ, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇതെല്ലാം കൂടെ നമുക്ക് ചതച്ചെടുക്കാം. ഇത് നമുക്കൊന്ന് കൂട്ടി മിക്സ് ചെയ്യാം. എന്നിട്ടൊന്ന് വറുത്തിട്ടാൽ മതി. വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. കടുകിടാം. ഇതിൻ്റെ കൂടെ ചെറിയ അരിയിടാം. നമുക്ക് ഇലയിടാം. അപ്പോൾ തോരൻ റെഡിയായി. നമുക്കതൊന്ന് കഴിച്ച് നോക്കാം. എങ്ങനെയുണ്ട് മോനെ? അതെയോ? നല്ല ടേസ്റ്റ് ഉണ്ടോ? ഉപ്പൊക്കെ പാകമാണോ? ഇത്